എല്ലാവർക്കും ഇൻസൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് GSTയുടെ പുതിയ പരിഷ്കാരങ്ങളെയും പറ്റിയും GSTയുടെ ചരിത്രവും അതിലെ പ്രധാന കൺസെപ്റ്റുകളും അതിനോടൊപ്പം പരീക്ഷയ്ക്ക് വേണ്ടി അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യ ഫാക്റ്റുകളുമാണ്. ഇത് തികച്ചും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ വീഡിയോയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കക്കാരന്റെ ചാനലാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. തുടർന്നുള്ള വീഡിയോയിൽ നന്നാക്കാൻ ശ്രമിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? നമുക്ക് GSTയുടെ കൗൺസിൽ അടുത്തിടെ കൂടിയായിരുന്നു. അപ്പൊ ആ GSTയുടെ കൗൺസിലിന്റെ ഘടനയിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന 4 സ്ലാബ് ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ ഘടന നിലവിൽ വരുന്നുണ്ട്. ഈ മാസം സെപ്റ്റംബർ 22-നാണ് പുതിയ ഘടന നിലവിൽ വരുന്നത്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ GST നിരക്കില് മാറ്റം വന്നിട്ടുണ്ട്. അതായത് 2 സ്ലാബിലേക്ക് മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ട് എത്രയിലേക്ക് ചുരുങ്ങി? 5%, 18%, 5%, 18% സ്ലാബിലേക്ക് ചുരുങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന 12, 28 സ്ലാബുകൾ എന്ത് ചെയ്ത് ഇല്ല. ഇപ്പൊ അത് രണ്ടും എന്ത് ചെയ്ത് ഒഴിവാക്കി. ഇത് രണ്ടും എന്ത് ചെയ്തു? ഒഴിവാക്കി. പല സാധനങ്ങളുടെയും നികുതി ഭാരം കുറയുന്നതിനാൽ മധ്യവർഗത്തിന്, മിഡിൽ ഏജിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷ കാണുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് മാറ്റങ്ങൾ നോക്കാം. പുതിയ GST സ്ലാബുകൾ നമ്മുടെ നവരാത്രിയുടെ ദിനം, നവരാത്രി എന്നാണ്, സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പുതിയ GST 2 സ്ലാബേ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി GST കൗൺസിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നതാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അറിഞ്ഞു വെക്കേണ്ടതാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ് അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. 2017 മുതൽ GST നിലവിൽ വന്നപ്പോൾ നിരക്കുകൾ നിശ്ചയിക്കുന്നത് ആരാണ്? ഈ കൗൺസിലാണ്. 2017-ലാണ് GST നിലവിൽ വന്നത്. അപ്പൊ അതിനുശേഷമുള്ള നിരക്കുകൾക്ക് മാറ്റങ്ങൾ വരുത്തി ആഡ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? GST കൗൺസിലാണ് എന്ന കാര്യം ഓർക്കുക. ഇപ്പം കഴിഞ്ഞത് 56-ാമത്തെ GST കൗൺസിലാണ്. വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. എത്രാമത്തെയാണ്? 56-ാമത്തെ GST കൗൺസിലാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം. അപ്പൊ എന്താണ് GSTയുടെ ചരിത്രം? എന്താണ് GSTയിലെ ഈ GST എന്നാണ് നിലവിൽ വന്നത്? എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നൊന്നും നമുക്ക് നോക്കാം. GST എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരോക്ഷ നികുതി ഘടനയിലെ ഏകീകരണം ലക്ഷ്യമിട്ട് 2017 ജൂലൈ 1 നിലവിൽ വന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, 2017 ജൂലൈ 1 ഇത് നിലവിൽ വന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന പരോക്ഷ നികുതികളെ, അതായത് എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, നേരത്തെ ഉണ്ടായിരുന്ന സേവന നികുതി തുടങ്ങിയവയെല്ലാം GSTയുടെ കീഴിൽ കൊണ്ടുവന്നു. ഓക്കെ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനി GST കൗൺസിലിന് ഭരണഘടനാ സാധ്യത നൽകിയ ആർട്ടിക്കിൾ ഏതാണ്? 279A ആണ്. ഓർത്തു വെക്കുക, 279A ആണ് GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ GST കൗൺസിൽ രൂപീകരിച്ച ആർട്ടിക്കിൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. 279A ആണ്. ഓക്കെ, എന്താണ് GST കൗൺസിലിന്റെ തീരുമാനം? എങ്ങനെയാണ് GSTയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമോന്നത സമിതിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. എത്രാമത്തെ GST കൗൺസിലായിരുന്നു? 56-ാമത്തെ GST കൗൺസിലാണ്. ഓർത്തു വെക്കണേ, 56-ാമത്തത്. കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. പിന്നെ ഒരാള് എന്താണ്, ഈ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് കേന്ദ്രത്തിലുള്ള മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസിന്റെ ഒരു വ്യക്തി, അദ്ദേഹമാണ് വൈസ് അധ്യക്ഷനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ നോക്കണേ, എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനകാര്യമന്ത്രിമാരോ അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മറ്റു മന്ത്രിമാരോ ഇതിൽ അംഗങ്ങളാവും. ടോട്ടൽ എത്ര പേരുണ്ടെന്ന് പറയാം? 33 പേരുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നോക്കാം, GSTയിൽ ടോട്ടൽ എത്ര പേര്, GST കൗൺസിലിൽ എത്ര പേരുണ്ട്? 33 പേരുണ്ട്. ഓർത്തു വെക്കുക. ഇനി അപ്പൊ GST നിരക്ക്, ഈ GST കൗൺസിൽ എന്തൊക്കെയാണ്? GST നിരക്കുകൾ, ഏതെങ്കിലും പുതിയതായിട്ട് നിരക്കുകൾ കൊണ്ടുവരിക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക, പുതിയ നിയമങ്ങൾ, അതിന്റെ പരിധി വരുന്നത് ഒക്കെ, GSTയിൽ എത്ര ശതമാനം വരുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും GST കൗൺസിലാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ GSTയുടെ നിരക്കുകൾ, ഒഴിവാക്കല്, നിയമങ്ങൾ, അതിന്റെ പരിധിയിലെ കുറിച്ചൊക്കെ ശുപാർശ ചെയ്യുന്നത് ആരാണ്? GST കൗൺസിലാണ് എന്ന കാര്യം ഇവിടെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു
എക്സാമിന്റെ എന്താണ് ഒരു ഓപ്ഷൻ ആയിരുന്നു. ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങൾക്കും നികുതി ചുമത്താൻ കഴിയുന്ന ഒരു സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച ഉദാഹരണമാണ് GST കൗൺസിൽ. ഒന്ന് പഠിച്ച് ഒരു പ്രാവശ്യം കൂടെ പഠിക്കാം. കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും നികുതി ചുമത്താൻ കഴിയുന്ന ഒരു സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച ഉദാഹരണമാണ്. നമ്മൾ സഹകരണ ഫെഡറലിസം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഏതാണ്? നീതി ആയോഗാണ് അല്ലെ? നീതി ആയോഗാണ്. അതിന്റെ കൂട്ട് തന്നെ ഇവിടെ എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും നികുതി ചുമത്താൻ കഴിയുന്ന ഒരു സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച ഉദാഹരണമാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുതിയ മാറ്റങ്ങൾ, ഇതെല്ലാം പഴയ മാറ്റങ്ങളാണ്, പഴയ സ്ലാബാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ്? പഴയ സ്ലാബുകളാണ്. ഇതിപ്പോ ഇനി കാണത്തില്ല. അതിനു പകരം പുതിയ സ്ലാബുകൾ എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന ഉൽപ്പന്നങ്ങളുടെ വിലകൾ എന്തൊക്കെയാണ് എന്ന കാര്യം കൂടെ ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം പുതിയ GSTയുടെ നിരക്കുകളാണ്. നേരത്തെ ഉണ്ടായിരുന്ന 12% സ്ലാബിലുള്ള ഏകദേശം 99% ഉൽപ്പന്നങ്ങളും എത്ര സ്ലാബിലോട്ട് വന്നു? 5 സ്ലാബിലേക്ക് ഉൾപ്പെടുത്തി. നേരത്തെ ഉണ്ടായിരുന്ന 12, ഇപ്പൊ എന്ത് ചെയ്ത് 12% ഉണ്ടോ? 12% അത് റിമൂവ് ചെയ്ത്, അതിപ്പം ഇല്ല, 12 ഇല്ല. ഓക്കെ, 18 ഉണ്ടോ? 18 ഉണ്ട്. 28 ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ ഏതൊക്കെയാണ്? 12ഉം 28 സ്ലാബുകൾ എന്ത് ചെയ്ത് നിരോധിച്ച്. അതിന് പകരം ഏതൊക്കെയാണ്? 5ഉം 18ഉം മാത്രമാണ് ഉള്ളത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ, ഓരോ കാര്യങ്ങൾ നോക്കാം. 12 സ്ലാബിൽ ഉണ്ടായിരുന്ന ഏകദേശം 99 ഉൽപ്പന്നങ്ങളും പുതിയ 5 സ്ലാബിലേക്ക് ഉൾപ്പെടുത്തി. മിക്ക സാധനങ്ങളുടെ വില കുറയും. ഇനിയുള്ള മിക്ക സാധനങ്ങളുടെ എന്ത് ചെയ്യും? വില കുറയും. 28% സ്ലാബിൽ ഉണ്ടായിരുന്ന ഇനങ്ങളുടെ 18ലേക്ക്, അപ്പൊ 28 ഉണ്ടായിരുന്നതെല്ലാം എന്തിലേക്ക് മാറി? 18ലേക്ക് മാറി. പുകയില, പാൻ മസാല, ചില മധുര പാനീയങ്ങൾ, ഈ കൊക്കക്കോള പോലുള്ള 7up പോലുള്ള പാനീയങ്ങളുണ്ടല്ലോ, അത്തരം പാനീയങ്ങളിൽ എന്ത് ചെയ്ത് 40% എന്ന GSTയുടെ ഒരു സ്പെഷ്യൽ GST നിരക്കിലേക്ക് കൊണ്ടുവന്ന്. ഓക്കെ, പുകയില, പാൻ മസാല, ചില മധുര പാനീയങ്ങൾ പോലുള്ള സൂപ്പർ ലക്ഷറി വിഭാഗത്തിൽ, അല്ലെങ്കിൽ സെൻ ഗുഡുകൾ എന്ന് പറയും. സെൻ ഗുഡുകൾ എന്ന് പറഞ്ഞാൽ സർക്കാർ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഉൽപ്പന്നങ്ങളെയാണ് സെൻ ഗുഡുകൾ എന്ന് പറയുന്നത്. അത്തരം ഉൽപ്പന്നങ്ങൾ എത്ര ശതമാനത്തിലേക്ക് വന്നു? 40% GST. അപ്പൊ ഏതാണ്? 5%, ദെൻ 18%, ദെൻ 40%. 40% സ്പെഷ്യൽ കാറ്റഗറിക്കകത്താണ് 40% വരുന്നത്. അപ്പൊ എന്ത് ചെയ്ത്? പുകയില, പാൻ മസാല GST കൂടാതെ, അവർക്ക് GST കൂടാതെ കോമ്പൻസേഷൻ സെസ്സും കൂടി ഉണ്ടായിരിക്കും. ഓർത്തു വെക്കുക, പുകയിലയും പാൻ മസാലയും GST കൂടാതെ കോമ്പൻസേഷൻ സെസ്സും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ലഘൂകരണത്തിലൂടെ, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുവിധം വിലക്കയറ്റം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കുറയാൻ പറ്റും. ഓക്കെ, ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാണ് പ്രത്യേക സാധനങ്ങളുടെ ആണ് പറഞ്ഞേക്കുന്നത്. 40% GST ഉള്ള സ്ലാബുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുകയില ഉൽപ്പന്നങ്ങൾ ഏതാണ്? സിഗരറ്റ്, പാൻ മസാല, ഗുഡ്ഖ തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ ഇനി എത്ര ശതമാനമാണ്? 40%. പഞ്ചസാര ചേർത്ത കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള പാനീയങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾക്ക് കൊക്കക്കോള, തംസപ്പ് പോലുള്ള പാനീയങ്ങൾ എത്ര ശതമാനത്തിനകത്ത് വരും? 40% വരും. ഇനി ചൂതാട്ടം, വാതുവെപ്പ്, പിന്നെ ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഓൺലൈൻ പണം കൊണ്ടുള്ള കളികൾ, അതൊക്കെ ഈ ഇടയ്ക്ക് നിരോധിച്ചായിരുന്നല്ലേ? ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം എത്രയാണ്? GST 40%. ആഡംബര കാറുകൾ, സൂപ്പർ ലക്ഷറി കാറുകൾ ഒക്കെ ഇതെല്ലാം എന്തിനകത്ത് വരും? 40% GSTയിലേക്ക് വരും. ഓർത്തു വെച്ചേക്കണേ, 40% GSTയിലേക്ക് വരുന്ന ഏതൊക്കെയാണ്? സിഗരറ്റ്, പാൻ മസാല, ഗുഡ്ഖ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ പഞ്ചസാര ചേർത്ത കാർബോഹൈഡ്രേറ്റ് പാനീയങ്ങൾ, പിന്നെ ചൂതാട്ടം, വാതുവെപ്പ്, പിന്നെ അതുപോലെ ഓൺലൈൻ പണം കൊണ്ടുള്ള ഗെയിമുകൾ തുടങ്ങിയതും ആഡംബര കാറുകളും 40%ത്തിലേക്ക് വരാം. ഇനി ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണേ, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി 18% ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് എന്നും, ഓക്കെ, 5% മെറിറ്റ് റേറ്റ് എന്നും വിളിക്കും. ഓക്കെ, ഇനി 40% എന്താണ്? സ്പെഷ്യൽ റേറ്റ് എന്ന് പറയും. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. എന്തൊക്കെയാണ്? 5% എന്താണ് പറയുന്നത്? 5% നമ്മൾ മെറിറ്റ് റേറ്റ് എന്നും, ഓക്കെ, 18% എന്താണ്? സ്റ്റാൻഡേർഡ് റേറ്റ് എന്നും, അതുപോലെ 40% എന്താണ് പറയുന്നത്? 40% സ്പെഷ്യൽ റേറ്റും എന്നാണ് ഇനി മുതൽ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ? 0 സ്ലാബിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? അതിനകത്ത് GST ഇല്ലാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. അവശ്യ വസ്തുക്കൾ, എസെൻഷ്യൽ ഫുഡ്സ് ഐറ്റംസുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ അൾട്രാ ടെമ്പറേറ്റഡ് പാലുകൾ കേട്ടോ, UHT പാലുകൾ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാലുകൾ, പിന്നെ ഡയറി ഉൽപ്പന്നങ്ങളെല്ലാം എന്താണ്? 0% ആണ്. ഇനി അതിന് GST ഇല്ല.
ഓക്കെ, ക്ലിയർ ആയോ? ഇനി വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്, നോട്ട് ബുക്ക് ഒക്കെ, റബ്ബർ, പിന്നെ എറേസർ പോലുള്ള കാര്യങ്ങൾ, എക്സസൈസ് ബുക്കുകൾ തുടങ്ങിയ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എല്ലാം എന്താണ് 0% ടാക്സ് ആണ്. ഓക്കെ, നല്ല കാര്യമല്ലേ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെ ജീവൻ രക്ഷാ മരുന്നുകളൊക്കെ എന്തിനകത്ത് വരും? 0%. അതിന് എന്തില്ല? GST ഇല്ല. അപ്പൊ GST ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയാണ്? അവശ്യ വസ്തുക്കൾ, എസെൻഷ്യൽ ഫുഡ് ഐറ്റംസുകൾ, അൾട്രാ ഹൈ ടെമ്പറേച്ചർഡ് പാലുകൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സുകൾ എന്തിനകത്ത് വരും? അതുപോലെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്തിനകത്താണ് വരുന്നത്? നമ്മുടെ 0 GSTക്കകത്താണ്. GST ഇല്ലാത്തതാണ്. അപ്പോൾ ജീവൻ രക്ഷാ മരുന്നുകളുടെ കാര്യം പറയുവാണെങ്കിൽ ഏകദേശം ഒരു 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ കാര്യമാണ് കേന്ദ്ര സർക്കാർ ഇപ്പം പറയുന്നത്. ബാക്കി എല്ലാത്തിനും എന്തില്ല? 0 കൊണ്ടുവന്നില്ല. അത് 0 കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് സർക്കാരിന്റെ വരുമാനം കുറയുന്നതിന് കാരണമാകും എന്ന കാര്യം കൂടെ അറിഞ്ഞു വെക്കുക. സോ ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. വില കുറയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാൻ മതി. ഓക്കെ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഹെയർ ഓയിൽ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ നേരത്തെ 12% അത് എത്തിലേക്ക് വരും? 5% വരും. ഓക്കെ, പിന്നെ AC, TV പോലുള്ള ഇലക്ട്രോണിക് വൈറ്റ് ഗുഡ്സുകൾ നേരത്തെ 28% അത് എത്രയിലേക്ക് വരുന്നു? 18% വന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 30,000 വിലയുള്ള ഒരു AC നികുതി കുറയ്ക്കുമ്പോൾ 18% വരുമ്പോൾ അതിന് എത്ര രൂപ കുറയും? 3,000 രൂപ ലാഭിക്കാം. ഓക്കെ, അത്രയും വില കുറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പം വില കുറയുന്നത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഹെയർ ഓയിൽ തുടങ്ങിയത് 12% നിന്ന് 5% മാറും. ഓക്കെ, ഇനി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? GST നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിപ്പോൾ 0%. പിന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ. ഓക്കെ, മെഡിക്കൽ ഉപകരണങ്ങൾ 18% നിന്ന് 5% വന്നു. 18% നിന്ന് 5% വന്നു. ഒരു രാത്രിക്ക് 7,500 താഴെയുള്ള ഹോട്ടൽ റൂമുകളുടെ താരിഫ് ഇപ്പം 5% നിരക്കിലേക്ക്, നേരത്തെ 12% അതെന്ത് ചെയ്ത് 5% വന്നു. ഇപ്പം സെലൂണുകൾ, ജിമ്മുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില് GST 18 നിന്ന് എത്രയിലേക്ക് മാറി? 5 മാറി. ഓക്കെ, ഓട്ടോമൊബൈലുകളുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കാം. ചെറിയ പെട്രോൾ ടാങ്കുകൾ, അതായത് 1200 cc താഴെയുള്ള പെട്രോൾ കാറുകളുണ്ടോ? കാറുകൾ, അതുപോലെ തന്നെ ഡീസൽ കാറുകൾ, 1500 cc താഴെയുള്ള ഡീസൽ കാറുകൾ നേരത്തെ 28% അതിപ്പോൾ എത്രയിലേക്ക് വരും? 18% വരും. നല്ല കാര്യമാണ് അല്ലേ? പെട്ടെന്ന് കാറൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് ഇത് ഉപകാരം. 150 cc വരെയുള്ള ബൈക്കുകളുണ്ടല്ലോ, അതിനി എത്രയിലേക്ക് വരും? 18% വരും. ഓക്കെ, നല്ല കാര്യമാണ്. നേരത്തെ അത് 28% അതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. 350 cc വരെയുള്ള എഞ്ചിനുള്ള മോട്ടോർ സൈക്കിളുകൾ ഇനി എത്രയിലേക്ക് വരും? 18% വരും. 18%. വെരി ഗുഡ്. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം. വലിയ വാഹനങ്ങൾ, അല്ലെങ്കിൽ 1500 cc മുകളിലുള്ള അല്ലെങ്കിൽ നീളം 4 മീറ്ററിൽ കൂടുതലുള്ള ഫോർച്യൂണുകൾ പോലുള്ള XUV ഫോർച്യൂണുകൾ പോലുള്ള വാഹനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? GST എത്രയിലേക്ക് മാറ്റുന്നുണ്ട്? 40%. അതെന്താണ്? സ്പെഷ്യൽ കാറ്റഗറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇതൊന്നും ഓർത്ത് വെച്ചേക്കണം. ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി എത്ര ശതമാനമാണ്? 5%. നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് 5% ഇനി ബസ്സുകൾ, ട്രാക്ടറുകൾ, പിന്നെ ഈ ഓട്ടോമൊബൈൽ പാർട്സുകളൊക്കെ എത്രയാണ്? GST 28% നിന്ന് 18% കൊണ്ടുവന്നു. അപ്പൊ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. 28% നിന്ന് 18% വന്നത് എന്തൊക്കെയാണ്? ചെറിയ പെട്രോൾ കാറുകൾ എത്രയാണ്? 1200 cc താഴെയുള്ള പെട്രോൾ കാറുകളും 1500 cc ഡീസൽ കാറുകളും 18% കൊണ്ടുവന്നു. ഓക്കെ, ദെൻ 350 cc വരെയുള്ള മോട്ടോർ ബൈക്കുകൾ അല്ലെങ്കിൽ സൈക്കിളുകൾ 18% കൊണ്ടുവന്നു. ഇനി അതിൽ കൂടുതലാണെങ്കിൽ 1500 കൂടുതലാണെങ്കിൽ അത് 40% GST സ്ലാബിലായിരിക്കും. ഇനി ഇലക്ട്രോണിക് വാഹനങ്ങൾ 5% നികുതി ആയിരിക്കും വരുന്നത്. ഇനി ഓട്ടോമൊബൈൽ പാർട്സുകളൊക്കെ എത്രയാണ്? 18% നികുതിയാണ്. ഇതിന് ഒരു പാർട്ട് കൂടി ഉണ്ട്. വരും ദിവസങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ ഒരു പാർട്ട് കൂടെ കാണണം. നിങ്ങൾക്ക് മുഴുവൻ മാർക്കും GSTയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.